ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്യൂടെക്സിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോവാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുത്തതിന് ശേഷം നമ്മളൊരു ചെറിയൊരു ആട്ടിൻകുട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഈ ആട്ടിൻകുട്ടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോൾഡിറ്റ് ക്ലേ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പം ഈ ആട്ടിൻകുട്ടിയെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഇത് ഈ രണ്ട് പേസ്റ്റ് കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ടൈപ്പിലേക്ക് ആക്കിയെടുത്തതിന് ശേഷം ആ ഷേപ്പിലാക്കിയെടുക്കുക. നമ്മൾ വേണ്ടത് നമുക്ക് ഒരു ഉണ്ട ഷേപ്പിലാണ് ഇത് ആവശ്യമുള്ളത്. അപ്പോൾ ആ ഷേപ്പിൽ ഇത് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ബോട്ടിലിൻ്റെ മുകളിൽ ഇത് നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഫെവിക്കോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് സെറ്റാവും. അപ്പോൾ അത് വെച്ചതിന് ശേഷം നമ്മൾ ആട്ടിൻകുട്ടിയുടെ ഒരു ചെവി ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ മോൾഡിറ്റ് ക്ലേൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ അതിൻ്റെ ബാലൻസ് കൂട്ടിയിട്ട് രണ്ട് ചെവിയുടെ ഷേപ്പിൽ നമ്മൾ ഇതിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആട്ടിൻകുട്ടിയുടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ചെവി നമ്മൾ ഈ മോൾഡിറ്റ് ക്ലേൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫാബ്രിക് പെയിൻ്റ് ആണ്. ഫാബ്രിക് പെയിൻറ്റ് നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ അടിക്കാൻ പോകുന്നത്. 20 രൂപയുടെ, അതായത് ഇപ്പോൾ 25 രൂപയെന്നാണ് തോന്നുന്നത്. ഈ 25 രൂപയുടെ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് അതിന് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലൊക്കെ പെയിൻറ്റ് ചെയ്ത് അത് കളറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. ഇതാണ് നമ്മളെ മെയിൻ സംഭവം. ഈ ഒരു വർക്കിലേക്ക് വേണ്ട മെയിൻ സംഭവം ഇതാണ്. ഇത് നമ്മളെ പഞ്ഞിയാണ്, കോട്ടനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇതിങ്ങനെ ബോക്സ് നമ്മൾ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ഷേപ്പിൽ നിങ്ങൾ എടുത്താൽ മതി. കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. കുറച്ച് ഫെവിക്കോൾ അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇതിപ്പോൾ ഒരു ഷീറ്റ് പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണക്കെ തന്നെ അത് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് പിന്നെ പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഒരു ഷീറ്റാണ്. അപ്പോൾ അത് നേരെ അതിൻ്റെ മുകളിൽ ഇങ്ങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷേപ്പിൽ, നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന ഈ ഷേപ്പിൽ നമുക്ക് സാധനമായി കിട്ടും. അങ്ങനെ നമ്മൾ അതിൻ്റെ മേലെ ടോപ്പിൽ നമ്മൾ ഫെവിക്കോൾ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഫെവിക്കോൾ ഇതിൻ്റെ ഹെഡിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹെഡിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ആട്ടിൻകുട്ടിക്ക് മേലെ ഒരു കുറച്ച് രോമം കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ മേലെ കുറച്ചുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ആട്ടിൻകുട്ടിക്ക് നമ്മൾ കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണിന് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് നമുക്കത് കളർ ചേഞ്ചിലേക്ക് വരുത്തണമെങ്കിൽ, വൈറ്റ് കൊടുക്കുമ്പോൾ ബ്ലാക്ക് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ചെറിയ ചെറിയ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് അമർത്തിയിട്ടേക്കുക. അടുത്തതായിട്ട് അടിപൊളി വീഡിയോസ് ഇനിയും വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.